അവിടെ നാട്ടിലേക്ക് കൊണ്ടുപോയാൽ നാട്ടിൽ വന്നു കൂടുന്ന ജനങ്ങൾ വരുന്നത് എന്തിനാണ്? അവിടെ എത്തുന്ന താരങ്ങളെ കാണാനാണ്. അല്ലാതെ മരിച്ചയാളിനോടുള്ള ആദരവോ ദുഃഖമോ ഒന്നുമല്ല. ഇത് നമ്മൾ എത്ര കാലമായി കാണുന്നുണ്ട്. മമ്മൂട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ട്, മമ്മൂട്ടിക്ക് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ശരിക്ക് ഇത് കേട്ടാത്തൊന്നും ഇവർക്കൊക്കെ എന്തോ അടുത്ത ഷെഡ്യൂൾ പണി തുടങ്ങണമെങ്കിൽ ഈ കാര്യം അറിയണം, മമ്മൂട്ടിയുള്ള കാര്യം അറിയണം എന്നുള്ളതുപോലെ. അതുമല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബകാര്യം എന്ന മാതിരി. വാസ്തവത്തിൽ അതിലൊന്നും ഒരർത്ഥവുമില്ല. ചലച്ചിത്ര വിചാരത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പല ഫോൺ കോൾസും വരുന്നത് ഒരു കാര്യം അന്വേഷിക്കാനാണ്. മമ്മൂട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ട്, മമ്മൂട്ടിക്ക് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ശരിക്ക് ഇത് കേട്ടാത്തൊന്നും ഇവർക്കൊക്കെ എന്തോ അടുത്ത ഷെഡ്യൂൾ പണി തുടങ്ങണമെങ്കിൽ ഈ കാര്യം അറിയണം, മമ്മൂട്ടിയുള്ള കാര്യം അറിയണം എന്നുള്ളതുപോലെ. അതുമല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബകാര്യം എന്ന മാതിരി. വാസ്തവത്തിൽ അതിലൊന്നും ഒരർത്ഥവുമില്ല. അത് കുറച്ച് വിവരം കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റ് ഫ്രണ്ട്സിന് പകർന്നു കൊടുക്കുക, തങ്ങൾക്കാണ് ആദ്യം ഈ വിവരമൊക്കെ കിട്ടിയതെന്ന് ബഡായി അടിക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശം. അതല്ലെങ്കിൽ തന്നെ ഈ സിനിമാ താരങ്ങൾക്ക് ഉണ്ടാകുന്ന അസുഖവും അവർക്കുണ്ടാകുന്ന മരണവും ഒക്കെ ആഘോഷിക്കുകയാണ് പതിവ്. അവർക്ക് വളരെ ദുഃഖകരമാണ് അതിൻ്റെ അവസ്ഥകൾ. കാരണം ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് മരണപ്പെടുമ്പോൾ അവിടെ നാട്ടിലേക്ക് കൊണ്ടുപോയാൽ നാട്ടിൽ വന്നു കൂടുന്ന ജനങ്ങൾ വരുന്നത് എന്തിനാണ്? അവിടെ എത്തുന്ന താരങ്ങളെ കാണാനാണ്. അല്ലാതെ മരിച്ചയാളിനോടുള്ള ആദരവോ ദുഃഖമോ ഒന്നുമല്ല. ഇത് നമ്മൾ എത്ര കാലമായി കാണുന്നുണ്ട്. പിന്നെ ഒന്നുമില്ലെങ്കിലും ഈ താരങ്ങളെക്കുറിച്ചുള്ള ഓരോ ഗോസിപ്പുകൾ ഇങ്ങനെ ഉണ്ടാക്കുക, ഇന്ന അസുഖമാണ് മറ്റേ അസുഖമാണ് എന്നൊക്കെ ഉള്ളത്. അത് സമൂഹത്തിൻ്റെ ഒരു തരം മാനസിക രോഗമാണ്. എൻ്റെ അറിവിൽ ഈ തരത്തിൽ ആദ്യത്തെ ഒരു ഇരയായിട്ടുള്ളത് സത്യനാണ്. സത്യൻ്റെ രോഗവും മരണവും ഒക്കെ നടക്കുന്ന കാലത്ത് ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. അന്ന് അധികം ആരും അറിഞ്ഞിട്ടില്ല. എന്നാൽ ചിലർക്കൊക്കെ ചെറിയ സംശയങ്ങളുമുണ്ട്. അധികം ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ മാതിരി സോഷ്യൽ മീഡിയ ഇല്ല, അതുകൊണ്ട് വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടിയില്ല. ചിലർക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഈ മരണം നടക്കുമ്പോൾ പെട്ടെന്നൊരു ഞെട്ടലുണ്ടാകുന്നത്. കാരണം നേരത്തെ അത് വെച്ചിട്ട് ആഘോഷിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ ഒരു സംഭവം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് പല ആർട്ടിസ്റ്റുകളെക്കുറിച്ചും ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ കേട്ടിട്ടുണ്ട്. അത് പലതും കെട്ടുകഥകളായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇന്നസെൻ്റ് യഥാർത്ഥത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു 3 പ്രാവശ്യമെങ്കിലും അദ്ദേഹം മരിച്ചിട്ടുണ്ടാവും. ജഗദീഷ് ശ്രീകുമാറിന് ഈ ഒടുവിലത്തെ ആ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം മരണത്തിൻ്റെ വാതിൽക്കലെത്തി എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള ചില പോസ്റ്റുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരുടെ ദുഃഖമോ അവരുടെ ഉത്കണ്ഠയോ ഒന്നുമല്ല. അവർക്ക് അതൊക്കെ ഒരു രസമാണ്. അവർക്ക് കൂടുതൽ പുതിയ വാർത്തകൾ കിട്ടിയെന്നറിയാനുള്ള ഇതാണ്. പിന്നെ പൊതുവേ ഈ മറ്റുള്ളവരുടെ ദുഃഖം സന്തോഷിപ്പിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലേറെ. ഇതിപ്പോൾ നടനും നടിയൊന്നും ആവണമെന്നില്ല. അല്ലാത്ത ഒരാൾ തന്നെ നമ്മുടെ അയൽവക്കത്തെ ഏതെങ്കിലും ഒരാൾക്ക് ചെറിയ അസുഖം വന്നു എന്ന് കേട്ടാൽ ഉടനെ ഗോസിപ്പിംഗ് തുടങ്ങും. അവർ പലരും ഇന്നയാൾക്ക് ഇങ്ങനെയാണെന്ന് കേട്ടല്ലോ, എന്താണ്, വലിയ കുഴപ്പമുണ്ടോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. ചെറിയ പ്രശ്നത്തെ തന്നെ വലിയ ഒന്നാക്കി മാറ്റുക. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ കാണാൻ കഴിയും. പക്ഷേ ഇത്തരം ഗോസിപ്പുകളെ നർമ്മബോധത്തോടെ കാണുകയും ആ തരത്തിൽ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന അപൂർവം ചില ആർട്ടിസ്റ്റുകളുണ്ട്. ഇന്നസെൻ്റ് അതിലൊരാളായിരുന്നു. ഇന്നസെൻ്റ് തനിക്ക് അസുഖമാണെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ആ അസുഖത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആർക്കും ഒരു സംശയത്തിൻ്റെയും
അവകാശമില്ല. എൻ്റെ ഭാര്യയുടെ സുഖത്തിൻ്റെയും ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്ത് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം അത് പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ധൈര്യമാണ്. അതുപോലെ ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം നമ്മുടെ മധുസാറിൻ്റെ കാര്യമാണ്. അദ്ദേഹം ഒരുപാട് ഗോസിപ്പുകൾക്ക് ഓരോ കാലഘട്ടത്തിൽ വിധേയനായിട്ടുള്ള ആളാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു 4-5 കൊല്ലം മുമ്പ് ഒരു രാത്രിയിൽ എനിക്കൊരു ഫോൺ വന്നു. അപ്പം മധുസാറിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിൽ കുറച്ച് അടുപ്പവും ഉള്ളവരാണ്. ഈ മറ്റ് ആർട്ടിസ്റ്റുകളെ പോലെയല്ല, ചില മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടും കൂടെ ആയിരിക്കാം ഒരു രാത്രി ഒരാൾ വിളിച്ചിട്ട് എന്തോ വലിയ ഒരു അപകടം നടന്നതുപോലെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ഇതറിഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഏതോ ഒരു പോസ്റ്റ് കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് പ്രചരിപ്പിക്കരുത്, അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും വലിയ കാര്യം. ഒരു കാര്യം കൺഫേം ചെയ്ത ശേഷം മാത്രമേ അത് പ്രചരിപ്പിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ പറയുകയും ഞാൻ ഉടൻ തന്നെ ഒരു അന്വേഷണം നടത്തുകയും അത് വെറും കെട്ടുകഥയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ആ തരത്തിൽ ഇങ്ങനെ കഥ പരത്തി വലിയ പോസ്റ്റുകളിടായിരുന്ന പലരെയും തടയാൻ എനിക്ക് സാധിച്ചു. അടുത്ത ദിവസമായപ്പം മധുസാറുമായിട്ട് അന്ന് സംസാരിച്ചില്ല, അന്ന് രാത്രി ആയിപ്പോയി. അടുത്ത ദിവസം സംസാരിച്ചു. അദ്ദേഹം ഭയങ്കര പൊട്ടിച്ചിരിയായിരുന്നു ഞാനിത് പറയുമ്പോൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിജയകൃഷ്ണ, ഇതെൻ്റെ എത്രാമത്തെ മരണമാണ്? എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, 2 മരണമായി, ഒരു കൊലപാതകമായി എന്ന് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്ന 2 മരണത്തിലൊന്ന് ഇത് തന്നെയാണ്. പിന്നെ ഈ കൊലപാതകം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ അദ്ദേഹം വളരെ സ്ട്രിക്റ്റാണ്, മുൻകോപിയാണ്, എന്നാൽ ശുദ്ധ മനസ്സുള്ള ഒരാളുമാണ്. പക്ഷേ പലരും അദ്ദേഹത്തിൻ്റെ ഈ മുൻകോപം കണ്ടിട്ട് വല്ലാതെ ദേഷ്യപ്പെടുകയും അവർ അദ്ദേഹത്തിനെതിരായിട്ട് ചിന്തിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിൻ്റെ ഉമാ സ്റ്റുഡിയോയിൽ ജോലി ചെയ്തിരുന്ന ഒരുത്തൻ അനുസരണക്കേട് കാണിച്ചപ്പം അദ്ദേഹം പുറത്താക്കി. ഈ പുറത്താക്കിയ ആളെ പിന്നെ കാണാനില്ല. അപ്പോൾ നാട്ടുകാരൊക്കെ കൂടെ പറഞ്ഞു, ഇതാ മധുസാർ അടിച്ചു കൊന്നുകളഞ്ഞു. പിന്നെ ഈ അടിച്ചു കൊന്നുകളയാൻ വേണ്ട ഒരുപാട് കാരണങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിലും രസം. സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരുപാട് കാരണങ്ങൾ. അത് മറ്റുള്ളവരോട് പറയുമ്പം അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? അത് നിങ്ങൾ പുള്ളിയോടുള്ള അടുപ്പം കൊണ്ട് പറയുകയാണ് എന്നൊക്കെയാവും. അങ്ങനെ അപ്പം മധുസാർ ഏതായാലും ആ സ്റ്റുഡിയോ താൻ വളരെ ആഗ്രഹിച്ച് പണിയാൻ തുടങ്ങിയ ആ സ്റ്റുഡിയോയുടെ പ്രവർത്തനമൊക്കെ നിർത്തിവെച്ചു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ മദ്രാസിൽ കിടക്കുന്ന മലയാള സിനിമയെ കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചാണ് അദ്ദേഹം ആ പണി തുടങ്ങിയത്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ്. അപ്പം അദ്ദേഹം വിചാരിച്ച്, എന്നാൽ പിന്നെ ഇതങ്ങനെ തന്നെ പോട്ടെ, എനിക്കിപ്പോൾ ഒരു സ്റ്റുഡിയോയുടെ ആവശ്യമില്ല, ആ സമയം കൊണ്ട് അഭിനയിക്കാൻ പോയാൽ പോരെ. അങ്ങനെ അദ്ദേഹം പണികളൊക്കെ നിർത്തിവെച്ചപ്പം ഈ മറ്റേ കക്ഷികൾക്കൊന്നും ജോലിയില്ലാതായി. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പോലീസിനെ അറിയിച്ചു. പോലീസ് അപ്പോൾ ആ കാലത്ത് ഈ സെൽഫോണൊന്നും ഇല്ലല്ലോ. പോലീസ് അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ബന്ധപ്പെട്ടു. അങ്ങനെ ബന്ധപ്പെട്ടിട്ട് ഇയാളുടെ വല്ല കത്തും വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. പോസ്റ്റ് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്, കത്ത് വന്നാൽ ഇത് പോലീസിനെ ഏൽപ്പിക്കാവും വീട്ടിൽ കൊടുക്കുന്നതിന് മുമ്പ്. അങ്ങനെ കുറേ നിരീക്ഷിച്ച് വരുമ്പോഴുണ്ട് ഒരു ദിവസം ഈ ഒരു കത്ത് വരുന്നു, ഇവൻ്റെ ഒരു കത്ത് വരുന്നു. കത്ത് നോക്കിയപ്പോൾ അയാൾ കോയമ്പത്തൂരിന് അടുത്തൊരു സ്ഥലത്തുണ്ട്, ഇത് വേറെ ആരും അറിയണ്ട, നിങ്ങളാരെങ്കിലും ഒന്ന് അങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കത്താണ്. അപ്പോൾ പോലീസ് മധുസാറിനെ അറിയിച്ചു. മധുസാർ പോലീസിനോട് കോയമ്പത്തൂരിൽ നിന്ന് അവനെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവർ കോയമ്പത്തൂരിൽ നിന്ന് ആളെ കയ്യോടെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. കയ്യോടെ പിടിച്ച് കൊണ്ടുവന്ന സമയത്ത് ഇവർ കൂട്ടുകാരെല്ലാം കൂടി എല്ലാവരും ഏറ്റവും ലജ്ജാലുക്കളായി. കാരണം വെറുതെ ഒരു ആരോപണമായിരുന്നല്ലോ അത്. അങ്ങനെ അദ്ദേഹം പിന്നെ വേറെ ശിക്ഷാ നടപടികളിലേക്കൊന്നും പോയില്ല, അവിടെ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ഈ ഇനിയപ്പം ജോലിയുണ്ടെന്നും പറഞ്ഞ് തൊഴിലാളികൾ വരാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റുഡിയോ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡിൽ ആവശ്യപ്പെട്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ആ ലൈനെല്ലാം പിടിച്ചെടുത്ത്
അങ്ങനെയൊക്കെ ചെയ്തതായിരുന്നു. റോഡ് നന്നാക്കി, ഒരു റോഡുണ്ടാക്കി. പക്ഷേ അദ്ദേഹത്തിന് മനസ്സ് മടുത്തു. ഇത് മതി, ഇത്രത്തോളം മതി, ഇനി കൂടുതൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് ഇതങ്ങ് നിർത്തിക്കളയാം, സ്വരം നന്നായിരിക്കുമ്പം പാട്ട് നിർത്തിക്കളയാം എന്നുള്ള ചിന്തയായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെയാണ് കേരളത്തിലെ ഒരു മൂന്നാമത്തെ വലിയ സ്റ്റുഡിയോ ആകാവുന്ന ഉമാ ആർട്ട് സ്റ്റുഡിയോ നിലച്ചു പോയത്. വാസ്തവത്തിൽ മെരിലാൻഡ്, ഉദയ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്നത് സർക്കാരിൻ്റെ സ്റ്റുഡിയോ ആണ്, ചിത്രാഞ്ജലി. ഈ ചിത്രാഞ്ജലിക്ക് മുമ്പാണ് ഉമാ സ്റ്റുഡിയോയുടെ വർക്കുകൾ നടന്നിരുന്നത്. പക്ഷേ അത് യാഥാർത്ഥ്യമായില്ല. അതിന് കാരണം ഈ ആളുകളുടെ ഇത്തരത്തിലുള്ള ഒരാൾ മരിച്ചു, ഒരാളെ കൊന്നു എന്നൊക്കെ പറയുന്ന ഗോസിപ്പുകളായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് അസുഖത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ അന്ന് മധു സാറ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ 2 മരണങ്ങളും ഒരു കൊലപാതകം എന്ന പേരിൽ ഒന്ന് എഴുതുകയും ചെയ്തായിരുന്നു ഇതിനെ സംബന്ധിച്ച്. അതുപോലെ ഈ അദ്ദേഹം ഒരിക്കൽ തൃശ്ശൂർ ഒരു ജ്യോതിഷിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം വളരെ നർമ്മബോധത്തോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എനിക്ക് കുറച്ച് വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ 3 ജാതക ഫലത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് എൻ്റെ ഇത്രാമത്തെ ബർത്ത്ഡേക്ക് പിന്നെ ചിന്ത്യം, പിന്നെ ഞാനുണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം നിങ്ങളുടെ ഈ പരിപാടിക്ക് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം എന്നവരോട് പറഞ്ഞു. അപ്പോൾ ഇത് പത്രത്തിൽ വന്നപ്പോഴേക്കും എല്ലാവർക്കും ഒരു ഉത്കണ്ഠയായി. പലരും ഈ ഡേറ്റൊക്കെ നോക്കിയിരുന്നു, എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അപ്പം ഞാൻ ആ പർട്ടിക്കുലർ ഡേ രാവിലെ വിളിച്ചു, സാറിന് വിളിച്ചിട്ട് പറഞ്ഞു ഞാനാണ്. അപ്പോൾ എന്താ വിശേഷമെന്ന് ചോദിച്ചു. അല്ല, സാർ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. അങ്ങനെയാണ് ആ 2ാമത്തെ ഒരു മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ വരുന്ന കാര്യങ്ങളെ നർമ്മബോധത്തോടെ നേരിടാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ എല്ലാവർക്കും അത് സാധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോഴേക്കും മനസ്സ് തകർന്നു പോകുന്നവരാണ് ഏറെയും. പക്ഷെ അങ്ങനെ തകർന്നു പോയാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും. അപ്പോൾ ഇവിടെയും സത്യസന്ധമായ വിവരങ്ങളാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് കിടക്കുകയല്ല. അത് തീർച്ചയായിട്ടും മമ്മൂട്ടിക്കും അറിയാം അങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവുമില്ലാതെ ഇത് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഇനിയെങ്കിലും ആരും ഈ അസുഖത്തെയോ മരണത്തെയോ ആഘോഷിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.